മമ്മൂട്ടി കമ്പനിയുടെ പടം ആയതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആ എക്സ്പെക്റ്റേഷൻ കൂടാനായിട്ട് ഗൗതം വാസുദേവമേനോൻ എന്ന് പറയുന്ന അക്ലെയിംഡ് ആയിട്ടുള്ള ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മലയാളം മൂവി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ പടം അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അത് തന്നെയല്ല എന്താ ഇത്രയധികം പ്രൊമോഷനൊന്നും ഇല്ലാത്തത് എന്ന് കരുതിയെങ്കിലും നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ, കാരണം 0 പ്രൊമോഷനായിരുന്നല്ലോ, അപ്പോൾ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് കയറിയത്. പക്ഷേ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഫസ്റ്റ് ഹാഫ് ശരിക്കും ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു കോമഡി ഫ്ലോയിൽ പോവുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ശരിക്കും ഭയങ്കര ഒരു ടേൺ എടുത്തു. അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് പടം കയറി. എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. പഴയൊരു മമ്മൂക്കയെ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. കാരണം ആ പഴയൊരു മമ്മൂക്കയുടെ ഹ്യൂമറും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മമ്മൂക്കയുടെ കുറച്ച് സീരിയസ് കഥാപാത്രങ്ങളായിരുന്നല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മൂവിയിൽ മമ്മൂക്കയുടെ ആ കോമഡിയൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് നാളായിട്ടും വരുന്നു. ട്വിസ്റ്റൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. സ്ക്രിപ്റ്റും സ്ട്രോങ് ആയിരുന്നു, ഡയറക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. ഗോകുലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക പിന്നെ പറയണ്ട, നല്ല മൂവിയാണ്. അതെ, അവർ രണ്ടുപേരുടെയും കോമ്പോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. ഹസ്ബൻഡ് ആയിരുന്നു, അതൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ടൈം മൂവി വാച്ച് ചെയ്യാൻ വന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഫ്രണ്ട്സാണ് എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്, നീരജ് സൂരജ്. അപ്പോൾ അവരുടെ കംബാക്ക് കൂടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സ്പെക്റ്റേഷനോടെയാണ് മൂവി കാണാൻ വന്നത്. പിന്നെ GVM മമ്മൂക്കയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണല്ലോ ഈ മൂവി എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് GVM വരുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. ആൾക്കാർ എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക. ആൻഡ് ഞങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് സ്റ്റോറി ആക്ച്വലി അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ ചുറ്റിനും വരുന്ന എല്ലാവർക്കും സ്റ്റോറി അറിയാം. കാരണം അവരോട് സ്റ്റോറി ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അവർ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമ്മളോട് സ്റ്റോറി പറഞ്ഞപ്പോഴും ഞാൻ ഇതുവരെ ചെവി കൊടുത്തിട്ടില്ല. സോ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മൂവി വാച്ച് ചെയ്യുമ്പം. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഇപ്പം ഞാൻ മമ്മൂക്കാക്ക് വരെ ഞാൻ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടിക്ക് നല്ല പടമാണ്. കാരണം ഗൗതം വാസുദേവമേനോൻ സാറ് ഫസ്റ്റ് മലയാളം മൂവിയല്ലേ, അറിയാമല്ലോ. അദ്ദേഹം തമിഴിലും ഹിന്ദിയിലൊക്കെ ചെയ്തു വെച്ചാൽ വേറെ റേഞ്ച് ചെയ്തു. ഇത് മലയാളത്തിൽ വേറെ ലെവൽ ഓഫ് സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ കണ്ടാൽ അതിൻ്റെ ഇമ്പാക്റ്റ് കിട്ടും. അതുപോലെ നാളെ എൻ്റെ പടം റിലീസാണ് ബെസ്റ്റ്. അതൊന്നും ഞാൻ അവിടെ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ട്രാൻസൊക്കെ അവിടെ കണ്ടതാണ്. അത് നിങ്ങളാണ് പറയേണ്ടത്. എനിക്കിത് 20th ഫിലിമാണ്. ഇറ്റ് വാസ് ഗുഡ് എന്നാണ് തോന്നുന്നത് എനിക്ക്. ഐ എം ഹോപ്പിംഗ് ഇറ്റ് വിൽ ബി ബെറ്റർ. ഡിഫറെൻറ്റ് ജോണർ ഒന്നുമില്ലല്ലോ. നമ്മൾ എല്ലാ ജോണറും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനൊരു ഫാൻറ്റസി ഫിലിം ചെയ്താൽ നിങ്ങൾ ചോദിക്കുക ഡിഫറെൻറ്റ് ജോണറാണ്. മമ്മൂക്കനെ വെച്ച് ചെയ്തത് എനിക്ക് ഭയങ്കര ഹാപ്പി. അതാണ് ഞാൻ ഇപ്പോൾ ഒരു 7th ഹെവനിലാണ് ഞാൻ. അതാണ്. അല്ല அதெல்லாம் இப்போ தெரியல. இப்போ தான் ஃபர்ஸ்ட் ஷோ முடிச்சு வெளில வந்திருக்கோம். ഓഡിയൻസിൻ്റെ ഷോയിലെ കഴിഞ്ഞ I think the response has been good. Let's see. Hopefully it will be really good. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരുമായി സിനിമ കണ്ടപ്പോൾ? എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരുമായി സിനിമ കണ്ടപ്പോൾ? How was acting with Mammuka? Extremely nervous and scary, but hopefully I've done justice to it. Ningala parties. Okay, please. Yeah, please.